ഗപ്പി ബിറ്റ്സ് എന്ന് പറഞ്ഞ തീറ്റ വാങ്ങിച്ചു. അടിപൊളിയാണ്. ഇത് പഴയ ഒരു തീറ്റയാണ്. അത്യാവശ്യം ആൾക്കാരെല്ലാം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഗപ്പിക്ക്, ഹൈബ്രിഡ് ഗപ്പിക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ബെസ്റ്റ്, ഏറ്റവും നല്ല ക്വാളിറ്റി അല്ല, ഒരു മീഡിയം ക്വാളിറ്റി. അതായത് തീരെ ലോക്കൽ കൊടുക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ലതാണിത്. എന്തുവാണെങ്കിലും കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ലതാണ്. പൗഡർ ടൈപ്പാണ് ഈ തീറ്റ. എന്തുവാണെങ്കിലും ഈ 3 വാങ്ങിച്ചതിന് 259 രൂപയായിട്ടുണ്ട്. ഇതാണ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളിയാണ്. ഇപ്പോൾ കൊടുത്ത് കാണിക്കുക ഇതെങ്ങനെയാണെന്ന്. ഇതിന് മുമ്പേ വാങ്ങിച്ച ആർട്ടീമിയ ഫ്ലൈറ്റ്സിൻ്റെ അത്രയും വരത്തില്ല ക്വാളിറ്റി. എന്തുവാണെങ്കിലും അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണിത്. ഇതാണ് ഗപ്പിക്ക് കൊടുക്കുമ്പോൾ അത് തിന്നുന്ന രീതികളൊക്കെ ഇനി കാണിച്ചു തരാം. ഇതാണ് നല്ല രസമാണ് കാണാൻ. ഇത് തിന്നുന്നത് തന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വേണ്ടി തുറന്നിട്ടുണ്ട്. ഓറഞ്ച് കളറാണത്. നല്ല പൗഡറാണ്. ഈ പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി, എല്ലായിടത്തോട്ടും സ്പ്രെഡാവും. സൈഡിലോട്ടും സ്പ്രെഡാവും, അടിയിലോട്ടും പോവും. പിന്നെ എല്ലാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിയിലോട്ട് ഡെപ്പോസിറ്റ് ആവും. എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തോട്ടും സ്പ്രെഡാവുന്ന രീതിയാണ് ഈ തീറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചു തരാം. ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. മറ്റേ നോർമൽ പെല്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കും. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തോട്ടും പോവും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് തിന്ന് തുടങ്ങുമ്പോൾ അതിൻ്റെ ആ ഇഷ്ടം കാണിക്കുന്നത് കാണണം. അയ്യോ, ബിഗറെല്ലാം കൂടെ ഓടി അങ്ങ് വരും. ആണ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട്. അടിയിലോട്ടും പോകുന്നുണ്ട്, സൈഡിലോട്ടും പോകുന്നുണ്ട്. അത് ചുമ്മാ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഈ ടാങ്ക് മൊത്തമായിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഈ തമ്മിൽ കടിപിടിയൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതായത് തീറ്റയ്ക്ക് വേണ്ടി ചിലപ്പോൾ സോട്ടയിൽ ചിലപ്പോൾ ഗപ്പിയെ അറ്റാക്ക് ചെയ്യും, ഏഞ്ചലും അറ്റാക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും തീറ്റ ചെല്ലും. ആ പ്ലാന്റിൻ്റെ ഇടയ്ക്കെല്ലാം ബിഗിയറിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനെ ഇടയ്ക്ക് സോട്ടയിലും മേഞ്ചിലും ഒക്കെ ചിലപ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ തീറ്റ വാങ്ങിച്ച കാരണം അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ അവിടെ ചെന്നോളും. ആ പാലിൻ്റെ ഇടയ്ക്കോ അങ്ങ് ഒഴുകി അങ്ങ് ചെന്നോളും. നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. അങ്ങനൊരു ഗുണമുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് തീറ്റ, ഈ എല്ലാത്തിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയ്ക്കൊന്നും വന്ന് തീറ്റ എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നോളും തീറ്റ. അപ്പോൾ ഇതുകൊണ്ട് ഏഞ്ചലിനൊന്നും കഴിക്കാൻ കിട്ടത്തില്ല ഗപ്പി കുഞ്ഞുങ്ങളെ. ഇതുകൊണ്ട് എല്ലാ രീതിയിലും ഇത് പൊളി തീറ്റയാണിത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എല്ലാ തീറ്റയും അകത്താക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണേലും ഇത് വേസ്റ്റായി പോകത്തില്ല. നല്ല തീറ്റയാണ്. എന്താണേലും സാധാ പെല്ലറ്റൊക്കെ ആണെങ്കിൽ പച്ചയും ചുമലയൊക്കെ ഇട്ട് കൊടുത്ത് അന്നേരം അടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അമോണിയായി മാറും. ഇത് അമോണിയായി മാറത്തില്ല. നമുക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ തന്നെ ഇച്ചിരി എളുപ്പമാണ്. ഇതാണ് പൊളിയാണ്. അതുകൊണ്ട് എല്ലാം തീർത്തു ഇത്ര പെട്ടെന്ന് തന്നെ. ഇനി ഒന്നുകൂടെ ഇട്ട് കൊടുക്കുവാണ്. വീണ്ടും വരുമോന്ന് നോക്കട്ടെ. ഈ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അവിടെ എല്ലാം ആയിട്ടുണ്ട്. എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആകുന്ന തീറ്റയാണ്. കണ്ടോ, ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ചുറ്റിനും അങ്ങനെ ചുറ്റും. സോട്ടയിലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സോട്ടയിലിന് ഇന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ബിഗിയറിന് കുഴപ്പമില്ല. പിന്നെ സോട്ടയിലിന് അതിൻ്റെ കളറൊന്നും കയറത്തൊന്നുമില്ല. സാധാ പെല്ലറ്റ് കൊടുത്താലും കളറൊക്കെ കയറും. പക്ഷേ നിങ്ങൾ ബ്രീഡിംഗ് പെയറായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുന്ന സോട്ടയിലാണെങ്കിൽ അതിന് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് അതിന് ലൈഫ് ലോങ് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഗപ്പി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ബിഗിയർ. ചിലതൊക്കെ ഏഞ്ചിലകത്താക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത്രയും പായൽ കിടക്കുന്ന കാരണം അതിനകത്ത് കിട്ടത്തില്ല. പായലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. എന്താണ് അതിൻ്റെ പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ ഓടിപ്പോകുന്നുണ്ട് ബിഗിയറിൻ്റെ കുഞ്ഞുങ്ങൾ. കുറേ ബിഗിയറിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മെയിലാണ് ഏറ്റവും കൂടുതൽ. ഫീമെയിൽ കുറച്ചേ ഉള്ളൂ. എന്താണ് ഫീമെയിലും കൂടെ കറക്റ്റ് ഈക്വലായിട്ട് ആക്കിയെടുക്കണം. അങ്ങനെയും എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗിയറാണ്. പ്ലാറ്റിയേക്കാളും കൂടുതൽ ഇപ്പോൾ ആയിട്ടുണ്ട് ബിഗിയർ. അയ്യോ, പിന്നെ ഇഷ്ടം പോലെ പേര് ഇവിടുന്ന് വന്ന് ബിഗിയറിനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്താണ് പിന്നെ ബാക്കിയുള്ളതിനൊക്കെ കുറേ കടയിലും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഭയങ്കര നല്ല രീതി വിൽപ്പന നടക്കുന്നുണ്ട്. ബിഗിയറാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. പിന്നെ വാങ്ങിക്കുന്നവർ പറയുന്നത് വേറെ വെറൈറ്റി ബിഗിയറിനെ അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ കുളത്തിൽ വേറെ ബിഗിയറിനെ സെറ്റ് ആക്കാനാണ്, വേറെ വെറൈറ്റി ബിഗിയറിനെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ എല്ലാ ടാങ്കിലും പല ടൈപ്പ് വെറൈറ്റി ബിഗിയർ ആക്കാനുള്ള പ്ലാനാണ്. നേരത്തെ ഫുഡ് ആർട്ടീമിയ കൊടുത്ത് കളറാക്കിയെടുത്ത കുഞ്ഞാണത്. അയ്യോ, ഒമ്പം ക്വാളിറ്റിയാണ്. ആർട്ടീമിയ ഫ്ലൈറ്റ്സൊക്കെ തിന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഇതാണ് ഇയർ കൊച്ചിലെ സെറ്റായി. ഇയറും സെറ്റായി, പ്ലാറ്റിനം കളറും ഫില്ലായി വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പ്ലാറ്റിനം കളർ വരുന്നുണ്ട്. ഇതാണ് അടിപൊളി ക്വാളിറ്റിയുള്ള മെയിലാണ്. ഇതാണ് കൂടുതൽ മെയിലാണ് ഉണ്ടാകുന്നത്. ഇനിയുള്ള എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് സെറ്റ് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക. അതായത് ഇപ്പം നോർമലായിട്ട് 100 രൂപ പെയറിന് 100 എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുക. ഇനിയും ബ്രീഡിങ് സെറ്റ് 200 രൂപ എന്ന് പറഞ്ഞൊരു
ഒരു 2 വർഷമായ ബിഗ് ഇയറിനെ കൊടുക്കുവാണ്. ഇനി അങ്ങനെയുള്ള പ്ലാനാണ്. അതിന് അടിപൊളി ബ്രീഡിങ് സെറ്റപ്പിന് നല്ല പെയറിനെ സെറ്റ് ചെയ്ത് ഇനി വേറെ ബോണ്ടിൽ സെപ്പറേറ്റ് വളർത്തണം. അടിയിൽ പോയി കിടക്കുന്ന തീറ്റ വേറെ ഗപ്പികളൊക്കെ തിന്നുന്നുണ്ട്. എന്തുകൊണ്ടും വയ്യാത്ത ഗപ്പികളൊക്കെ ഉണ്ടെങ്കിൽ, പൊങ്ങി വരാൻ മടിയുള്ള ഗപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നോളും. എന്തുകൊണ്ടും മൊത്തത്തിൽ പൊളിയാണ്. എന്താണ് വേസ്റ്റ് ഒന്നും അടിയിൽ ഒത്തിരി വരത്തില്ല. എന്തുകൊണ്ടും ഭയങ്കര ഇഷ്ടമുള്ള തീറ്റ ആയിക്കൊണ്ട് എല്ലാം തിന്ന് കയറിക്കും അന്നേരം തന്നെ. എന്താണ് നമുക്ക് അളവ് അനുസരിച്ച് കൊടുക്കാനുള്ള വലിയ ബ്രീഡേഴ്സുമാർ ബ്രീഡിംഗ് പെയറിന് കീപ്പ് ചെയ്യുന്ന വലിയ വില കൂടിയ ഫിഷ് ഫുഡൊക്കെ ഞാൻ റിവ്യൂ ചെയ്ത് കാണിക്കാം. എന്തുകൊണ്ടും അത് വലിയ ചാർജ് ആവും. എന്തുകൊണ്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടും വലിയ ഇമ്പോർട്ടഡ് ഫുഡൊക്കെ ഞാൻ റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. വലിയൊരു എമൗണ്ട് ആവും മിക്കവാറും. എന്തുകൊണ്ടും ഇനി അടുത്ത ടാങ്ക് പ്ലാറ്റി ടാങ്ക്. ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ അത് പുതിയതായിട്ട് തീറ്റ വാങ്ങിച്ചത് കൊണ്ട് ചുമ്മാ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. പ്ലാറ്റിക്കൊക്കെ നോർമൽ ഫിഷ് ഫുഡ് കൊടുത്താലും കളറൊക്കെ കയറിക്കോളും. പക്ഷേ നല്ല ഫുഡ് കൊടുക്കേണ്ട പ്ലാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹൈബ്രിഡ് പ്ലാറ്റിയും പിന്നെ ഈ ബ്രീഡിംഗ് പെയറായിട്ട് സൂക്ഷിച്ചേക്കുന്ന പ്ലാറ്റി അങ്ങനെയുള്ളതൊക്കെ. അതിനൊക്കെ നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടും നല്ല പോലെ. ഇപ്പോൾ എന്താണ് കുറേ പ്ലാറ്റുകളുണ്ട്. ഇപ്പോൾ പ്ലാറ്റിയുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന്. ആ ബിഗ് ഇയർ ഇപ്പോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സോട്ടയിലും അതിൻ്റെ പുറകെ വരുന്നുണ്ട്. എന്താണ് പ്ലാറ്റിയുടെ എണ്ണം കുറച്ചിട്ട് സോട്ടയിൽ ആ സ്ഥാനത്താക്കാനാണ് എൻ്റെ പ്ലാൻ. സോട്ടയിലും ബിഗ് ഇയറും. എന്തുകൊണ്ട് ബിഗ് ഇയർ കുറേ ആയിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇനിയും പുതിയ ടാങ്ക് പണിയാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാം ചില ജൈൻറ്റിനെയൊക്കെ കൊടുക്കാനുണ്ട് ഇനി. ഇതിനകത്താണ് ഡ്രാഗൺ ഗപ്പിയൊക്കെ കിടക്കുന്നത്. ഡ്രാഗൺ ഗപ്പിയും മെറ്റൽ ഡ്രാഗനും പിന്നെന്തോ മിക്സഡ് ഗപ്പിയും പിന്നെ സാരിപാലം ഗപ്പിയും എല്ലാം ഇതിനകത്ത് കിടക്കും. ഹാഫ് ബ്ലാക്കും ഓരോന്നൊക്കെ. ഇത് പഴയ വെറൈറ്റി ഞാൻ പണ്ട് തൊട്ടേ കീപ്പ് ചെയ്യുന്നതാണ്. ഞാൻ കൊടുക്കാനും എന്ന് വെച്ചാൽ കുറേ കൊടുക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഞാൻ നിർത്തണമെന്ന് ഇടയ്ക്ക് വിചാരിക്കും, പിന്നെ വേണ്ടെന്ന് തോന്നും. എന്തുകൊണ്ട് അതിനൊക്കെ കാണുമ്പോൾ ഒരു പഴയ ഓർമ്മ വരും ആ വെറൈറ്റിയൊക്കെ കാണുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ ടാങ്കിന് ഇത് എടുപ്പ് കിട്ടുന്നില്ല. അത് എടുപ്പ് കിട്ടാത്തതെന്ന് വെച്ചാൽ ആ വൈറ്റ് പെയിൻറ്റ് അകത്തടിച്ചാണ്. അതുകൊണ്ട് ഒരു എടുപ്പ് കിട്ടത്തില്ല. മീനെ കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷേ ആ കളർ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല, അതിന് ചേരുന്നില്ല. ഫുൾ ബ്ലാക്ക് ഇപ്പൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. വൈറ്റ് പെയിൻറ്റ് അടിച്ചതിനകത്ത് നല്ല എടുപ്പായിരിക്കും. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫിഷ് ടാങ്ക്, സിമെൻറ്റ് ടാങ്ക്. വേറെ ഇഷ്ടം പോലെ ടാങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വളർത്ത് നിർത്തിയപ്പോൾ എല്ലാം മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ മീനെ വളർത്തി ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും നിറച്ച് ഇതാ ഫുൾ ബ്ലാക്ക് ഗപ്പിയാണ്, ഫീമെയിലും മെയിലും. എന്തായാലും ബ്രീഡായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിന് തീറ്റ കൊടുത്തു. എന്താണ് മെയിൽ നല്ല ടെയിൽ നല്ല സൈസായിട്ടുണ്ട്, നല്ല പ്രായമായിട്ടുണ്ട് മെയിൽ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല സ്പീഡായിട്ട് നടക്കുന്നത്. RTMA ഒക്കെ കൊടുത്തത് കൊണ്ടാണ് അത്രയും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗപ്പി ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ കണ്ടതിൽ ഇത്രയും കാണിച്ചതിൽ എന്താണ് കുറേ ഉണ്ട്. എന്തുകൊണ്ട് ഇനിയും വേറെ ഗപ്പിയെ പുതിയൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. ഒരു വെറൈറ്റി എന്തെങ്കിലും വാങ്ങിക്കാനാണ് പ്ലാന്. ബിഗ് ഇയറിൽ തന്നെ പല വെറൈറ്റി. നോർമൽ പഴയ വെറൈറ്റി ഞാൻ ചില്ലി മൊസൈക്കൊന്നും ഞാൻ വളർത്തിയിട്ടില്ല. എന്തുകൊണ്ട് അതിനെയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്താണ് ഇത് ബിഗ് ഇയറിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് മൊത്തം മൊത്തം മിക്കവാറും മെയിലായിരിക്കും മിക്കവാറും വരുന്ന മൊത്തം. ഫീമെയിൽ തീരെ കുറവാണ് മൊത്തം ഉണ്ടാകുന്നതെല്ലാം. ഉണ്ടാകുന്നതിൽ കൂടുതലും മെയിലാണ് സ്കോർ ചെയ്ത് വയ്ക്കുന്നത്. എന്താണ് അതുകൊണ്ട് കുളം കാണാൻ തന്നെ രസമുണ്ട് കളറായി വരുമ്പോൾ തന്നെ. അതുകൊണ്ട് ഇതിനകത്തും തീറ്റ ഇട്ടു. ഇത് നല്ല രസമാണ് ഈ തീറ്റ, പെട്ടെന്ന് ഇറങ്ങും അതിന്. എന്താണ് പൗഡർ രൂപത്തിലായിക്കൊണ്ട് അതെല്ലാത്തിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഓടി വന്നെടുക്കുന്നുണ്ട്. ഇത് വേറെ ടാങ്ക്. ഇതിനകത്താണ് നിറച്ചും ബിഗ് ഇയറിൻ്റെ കുഞ്ഞുങ്ങൾ. കാണാൻ പറ്റാത്ത അത്രയും ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചാൽ തീരെ ചെറുതാണ്, കാണാൻ പറ്റത്തില്ല. അതുപോലെ ക്യാമറയൊന്നും ഫോക്കസ് ആവുന്ന പോലും ഇല്ല. അത്രയും തീരെ ചെറുത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയും. എന്തോളം നല്ല രീതിയിൽ കണ്ടോ അനങ്ങുന്നുണ്ട്. എന്തോളം മെയിൽ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. തമ്മിൽ അടി ഉണ്ടാക്കി ചാവുകയൊക്കെ ചെയ്യും. എന്താണ് ചില മെയിൽ അങ്ങനെ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഞാൻ കൊടുക്കാറുമുണ്ട്. അന്നേരം ഷോപ്പിലോട്ടങ്ങ് കൊടുക്കും അങ്ങനെയുള്ള വെറൈറ്റികൾ. ചിലതിങ്ങനെ തമ്മിലടിച്ച് കഴിയുമ്പോൾ ആ പ്ലാറ്റിനം കളറങ്ങ് പോവും. കടിച്ച് പറിച്ച് മൊത്തം ആ എത്ര നേരം നാളെടുക്കുമെന്നറിയാം ആ പ്ലാറ്റിനം കളർ ഫില്ലായി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആയി നിൽക്കണമെങ്കിൽ. അത് കടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലപോലെ പോകും. പോയി കഴിഞ്ഞാൽ താമസമാണ് വരാൻ. അതുകൊണ്ട് ഇത് ഡാർക്ക് പർപ്പിൾ ഗപ്പിക്ക് തീറ്റ കൊടുത്താണ്. അത് കൊടുത്തിട്ട് അതിൻ്റെ മെയിലും ഫീമെയിലും കണ്ടില്ല, കുഞ്ഞുങ്ങളെല്ലാം കണ്ടു ആദ്യം തന്നെ തീറ്റ അടിയിൽ പോയി. അതിനിഷ്ടപ്പെട്ടു. എന്താണ് മെയിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നു. ഫീമെയിലിനെ കണ്ടില്ല. ഫീമെയിൽ അവിടെ കണ്ട് ബ്രീഡാറായി വരുന്നുണ്ട്. ആ ഫീമെയിൽ ഇവിടെ ഉണ്ട്. എന്താണ് കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ട് നല്ലപോലെ. കൊടുക്കാൻ പരുവമായിട്ടില്ല. എന്താണ് കൊടുക്കാറാകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. എന്താണ് നല്ല വലുപ്പമാണ് ഈ ഗപ്പിക്ക്.
അതുകൊണ്ട് ഇതാണ് അതിൻ്റെ മെയിൽ. അതാണ് ഇത് മെയിൽ കുഞ്ഞാണ്. മെയിൽ കുഞ്ഞിന് ചെറിയ ഇയർ വരും. ഇയർ ബ്ലാക്ക് ഇയറും ടെയിൽ ഇച്ചിരി ഡാർക്ക് ആയിരിക്കും. അത് മെയിലാണ്. ഫീമെയിൽ അത്രയും ഡാർക്ക് കളർ വരത്തില്ല, വാലിന് ഇച്ചിരി ലൈറ്റ് ആയിരിക്കും. എന്താണ് അടിപൊളിയാണ്. നിറച്ച് കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തോ ബിഗ് ഇയറിനെ ഇതിനെയും കൂടെ മെയിനായിട്ട് കൊണ്ടുപോകാനാണ് ഇനി പ്ലാന്. അതായത് നിറച്ചായിട്ട് എന്താണ് നിറച്ചുണ്ടായാലും ആ ഭംഗി അറിയത്തുണ്ട്. ബ്രീഡിംഗ് പെയർ അയ്യോ, ഇതിനകത്ത് കിടക്കുന്നതെല്ലാം 2 വർഷമായതാണ്. അടിപൊളി ബ്രീഡിങ് സെറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 മെയിലും 3 ഫീമെയിലും. എന്തുകൊണ്ട് അടിപൊളിയാണ്. ഫൈറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നു. ആദ്യം ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു, അതിനെ മൊത്തം അറ്റാക്ക് ചെയ്യുമായിരുന്നു മെയിൽ. എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ 3 ഫീമെയിലുമായിട്ട് ഇത് സെറ്റായി പോകുന്നുണ്ട്. ഈ മെയിൽ എന്താണ് കുഴപ്പമൊന്നുമില്ല, നല്ല ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഇരട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇനി അടുത്തൊരു ഫുഡ് റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ബൈ.